ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മാത്സിലെ വർക്കൗട്ടാണ് ചെയ്യാൻ പോണത്. മാത്സിലെ 3 ചാപ്റ്റർ ആയിരിക്കും ആദ്യത്തെ പാർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് തേർഡ് സൈഡ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ ആൻഡ് ഓൾസോ ഇറ്റ്സ് പെരിമീറ്റർ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഈ ഒരു ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ 2 സ്ക്വയർ ഉണ്ട്. അതുപോലെ തന്നെ ആ 2 സ്ക്വയേഴ്സിൻ്റെ നടുക്ക് എന്തുണ്ട്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളുടെ തേർഡ് സൈഡ് നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ റൈറ്റ് ട്രയാങ്കിളുടെ പെരിമീറ്റർ നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമുക്കറിയാം, ആദ്യത്തെ സ്ക്വയറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ആദ്യത്തെ സ്ക്വയറിൻ്റെ ഏരിയ 50 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ ആദ്യം ഏരിയ ഓഫ് ലാർജ് സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? 50. ലാർജ് സ്ക്വയറിൻ്റെ ഏരിയ 50 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ. അതായത് എ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? 50 ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈ സ്ക്വയർ ഇപ്പുറം വരുമ്പോൾ എന്താവും? റൂട്ടാവും. സോ എൻ്റെ വാല്യൂ എന്ത് വരും? √50 വരും. ക്ലിയർ അല്ലേ? അപ്പം നമ്മളിവിടെ വലിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിച്ച്, വലിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയാണ്? √50. ഇപ്പോൾ വലിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് √50 ആണെങ്കിൽ എല്ലാ സൈഡും എന്തായിരിക്കും? √50 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇതേപോലെ തന്നെ ചെറിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ചെറിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ, ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ 18 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ 18 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എ സ്ക്വയർ. സോ എ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് 18. അപ്പോൾ എൻ്റെ വാല്യൂ എന്ത് കിട്ടും? എ ഈക്വൽ ടു സ്ക്വയർ ഇപ്പുറം വരുമ്പോൾ എന്താവും? റൂട്ട് ആവും. സോ എൻ്റെ വാല്യൂ എത്ര കിട്ടി? √18 കിട്ടി. എൻ്റെ വാല്യൂ എന്ത് കിട്ടി? √18. അപ്പോൾ ചെറിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് √18 ആണെങ്കിൽ ചെറിയ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും എത്ര ആയിരിക്കും? √18 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കണമെങ്കിൽ നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഇതാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിലെ 2 സൈഡ് നമ്മൾ കണ്ടുപിടിച്ച്, ഈ കാണുന്ന സൈഡ് √50 ആണ്, ഈ കാണുന്ന സൈഡ് എത്രയാണ്? √18 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സൈഡ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം 90യുടെ ഓപ്പോസിറ്റുള്ള ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? √50 ആണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഈ കാണുന്ന ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? √18 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബേസ് ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബേസ്. അപ്പോൾ ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? √50. സോ √50 സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? √18. അപ്പോൾ √18 സ്ക്വയർ. അപ്പോൾ ബേസ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം സ്ക്വയറും സ്ക്വയർ റൂട്ടും അടുത്തടുത്ത് വന്നാൽ എന്തായി പോകും? ക്യാൻസലായി പോകും. അപ്പോൾ സ്ക്വയറിനെയും സ്ക്വയർ റൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്ക്വയറും സ്ക്വയർ റൂട്ടും ക്യാൻസലായിപ്പോയി. ഇവിടെയും സ്ക്വയറും സ്ക്വയർ റൂട്ടും എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇവിടെ ബാലൻസ് ഉള്ളത് ആരാണ്? ഇവിടെ ബാലൻസ് ഉള്ള ആരാണ്? 50യും അതുപോലെ തന്നെ 18ഉം. 50ന്ന് എന്ത് മൈനസ് ചെയ്യുക? 18 മൈനസ് ചെയ്യുക. അപ്പോൾ 50ന്ന് 18 മൈനസ് ചെയ്താൽ ബാലൻസ് എത്ര ഉണ്ടാവും? 32 ഉണ്ടാവും. ബാലൻസ് എത്ര ഉണ്ടാവും? 32. ഇനി അടുത്ത സ്റ്റെപ്പിൽ ബി വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? സ്ക്വയർ ഇപ്പുറം വരുമ്പോൾ എന്താവും? റൂട്ടാവും. സോ ബേസ് നമ്മൾ കണ്ടുപിടിച്ച് ബേസ് എത്രയാണ്? √32. ബേസ് എത്രയാണ്? √32. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് നമ്മൾ എന്ത് ചെയ്ത് കണ്ടുപിടിച്ച്, ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് എത്രയാണ്? √32. ഇനി നമുക്ക് ഈ സൈഡ്സിൻ്റെയൊക്കെ എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്റർ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, ഒരു ട്രയാങ്കിളിലെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് എല്ലാ സൈഡും എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ വിച്ച് ഇസ് ഈക്വൽ ടു, എല്ലാ സൈഡും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 സൈഡ് കണ്ടുപിടിച്ച്, ഈ സൈഡ് √50 ആണ്, ഈ സൈഡ് √18 ആണ്, ഇവിടുത്തെ സൈഡ് എത്രയാണ്? √32. എല്ലാം എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. സോ ആഡ് ചെയ്യുമ്പോൾ √50 പ്ലസ് √32 പ്ലസ് √18 സെൻറ്റിമീറ്റേഴ്സ്.
ഓക്കെ അല്ലേ? ഇവിടം വരെ ചെയ്താൽ മതി. 3 സൈഡും എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പം ഇത്രയുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം, പോവാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എ സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എ സബ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് √2 + 1 ഇൻറ്റു √2 - 1, √2 + 1 ഇൻറ്റു √2 - 1. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്ന് വെച്ചേക്കണം. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കുകയാണെങ്കിൽ √2 + 1 ഇൻറ്റു അതുപോലെ തന്നെ √2 - 1. ഇതെന്ത് ഫോർമാറ്റിൽ കിടക്കണം? ഇത് കിടക്കുന്നത് a + b ഇൻറ്റു a - b ഫോർമാറ്റിൽ കിടക്കണം അല്ലേ? ഏത് ഐഡൻറ്റിറ്റി ഫോർമാറ്റിൽ കിടക്കണം? a + b ഇൻറ്റു a - b. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം എന്താണ്? a² - b². ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? a² - b². ഇവിടെ എൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കണം? √2. ഇവിടെ മെയിൻ്റെ സ്ഥാനത്ത് ആരാ കിടക്കണം? √2. അതുപോലെ തന്നെ ബീൻ്റെ സ്ഥാനത്ത് ആരാ കിടക്കണം? 1. ഇവിടെയും ബീൻ്റെ സ്ഥാനത്താണ് എന്ത് കിടക്കണം? 1. സോ ഇത് ഏത് ഫോർമാറ്റിലാണെന്ന് പറയാം? a + b ഇൻറ്റു a - b ഫോർമാറ്റിലാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ എന്തായിരിക്കും? a² - b². അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ എന്തായിരിക്കും? a² - b². ഇതിൽ എൻ്റെ സ്ഥാനത്ത് √2 ആണ്. സോ √2² മൈനസ് ബീൻ്റെ സ്ഥാനത്ത് ആരാ കിടക്കണം? 1 കിടക്കണം. സോ 1². ഇതിൽ √2 ഇവിടെ സ്ക്വയറും സ്ക്വയർ റൂട്ടും അടുത്തടുത്ത് വന്നാൽ നമുക്കറിയാം സ്ക്വയറും സ്ക്വയർ റൂട്ടും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പം എന്ത് കിട്ടും? 2 കിട്ടും. അതേപോലെ തന്നെ 1² എത്രയാണ്? 1 ആണ്. 2 - 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 1 ആണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെ കോമ്പ്യൂട്ട് 1 ഡിവൈഡഡ് ബൈ √2 - 1 അപ് ടു 2 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലായി. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 ഡിവൈഡഡ് ബൈ √2 - 1. ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ് ടു 2 ഡെസിമൽ പ്ലേസ് വരെ ഇതിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇവിടെ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ √2 + 1 ഇൻറ്റു √2 - 1, √2 + 1 ഇൻറ്റു √2 - 1. ഇതിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? അതിൻ്റെ ആൻസർ എത്രയാണ്? 1 ആണ്. അതിൻ്റെ ആൻസർ എത്രയാണ്? 1. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോണത് 1ന് പകരം ഞാൻ എന്തെടുത്ത് എഴുതാൻ പോണേ? ഈ കാണുന്ന ഫോർമാറ്റ് എടുത്ത് എഴുതാൻ പോണേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1ന് പകരം √2 + 1 ഇൻറ്റു √2 - 1 എന്ന് എടുത്ത് എഴുതി. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ √2 + 1 ഇൻറ്റു √2 - 1 എന്തിനോട് ഈക്വലാണ്? 1നോട് ഈക്വലാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1ന് പകരം √2 + 1 ഇൻറ്റു √2 - 1 എന്ന് എന്ത് ചെയ്ത് എടുത്തെഴുതി. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ ആരാ ഉള്ള? ഇവിടുത്തെ ന്യൂമറേറ്ററിലുള്ള 1ന് വരെ ഞാൻ എന്തെടുത്ത് എഴുതി? √2 + 1 ഇൻറ്റു √2 - 1 എന്ന് എഴുതി. ഇനി ഡിനോമിനേറ്ററിൽ ആരുണ്ട്? √2 - 1 ഉണ്ട്. ഡിനോമിനേറ്ററിൽ ആരുണ്ട്? √2 - 1. സോ ഡിനോമിനേറ്ററിൽ √2 - 1 എന്ന് എടുത്ത് എഴുതി. ഇനി പൊക്കത്തും താഴത്തും കോമൺ ആയിട്ട് ആരാ ഉള്ള? പൊക്കത്തും താഴത്തും കോമൺ ആയിട്ടുള്ള ആരാ ഉള്ള? √2 - 1ഉം √2 - 1ഉം. സോ ഞാൻ √2 - 1നെ √2 - 1നെയും എന്ത് ചെയ്ത്? ക്യാൻസൽ ചെയ്ത്. അപ്പം നമുക്ക് ബാലൻസ് ആയിട്ട് ഇവിടെ ആരാ ഉള്ള? ബാലൻസ് ഇവിടെ ആരാ ഉള്ള? √2 + 1 ആണ്. അപ്പോൾ നമുക്ക് √2ൻ്റെ വാല്യൂ അറിയാം. √2ൻ്റെ വാല്യൂ എത്രയാണ്? 1.41 + 1 which is equal to 2.41. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 1 ഡിവൈഡഡ് ബൈ √2 - 1 ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 2.41. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം? പോവാം. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ അതൊരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞേക്കണത് പ്രൂവ് ദാറ്റ്. ആദ്യം പറഞ്ഞേക്കണത് എന്താണ്? പ്രൂവ് ദാറ്റ്. ഇപ്പോൾ പ്രൂഫ് വേണം. അപ്പോൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് √2 2/3 എന്തിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. 2 ഇൻറ്റു √2/3നോട് ഈക്വൽ ആണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, ഞാൻ ആദ്യം LHS എടുക്കുക. LHSനെ നമുക്ക് എന്താക്കി മാറ്റാം? RHS ആക്കി മാറ്റാം. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരാ ഉള്ള? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരാ ഉള്ള? √2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരാ ഉള്ള? √2 അപ്പോൾ ആദ്യം LHS എടുക്കാം. സോ LHSലുള്ളത് √2 ഇനി നമുക്കറിയാം ഈ 2/3 എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഈ 2/3 എന്ന് പറയുന്നത് എന്താണ്? മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പോൾ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് എന്താക്കി മാറ്റണം? ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം.
അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്താൽ മതി. ഈ 2-നെയും 3-നെയും ഇൻഡ്യൂ ചെയ്യാം. 2-നെയും 3-നെയും എന്ത് ചെയ്യുക? ഇൻഡ്യൂ ചെയ്യുക. അപ്പോൾ 2 × 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 കിട്ടും. എന്ത് കിട്ടും? 6. ഇനി ചെയ്യേണ്ട കാര്യം, ഈ പൊക്കത്തുള്ള ഈ ന്യൂമറേറ്ററിലുള്ള 2-നെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഡിനോമിനേറ്ററിലുള്ള 3-നെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്യാൻ നേരത്ത് 6 + 2 എത്ര കിട്ടും? 8 കിട്ടും, /3. അപ്പം എനിക്ക് 2 2/3ക്ക് വരും. എനിക്ക് എന്തെന്ന് എഴുതാം? 8/3 എന്ന് എഴുതാം. ഇവിടെ 2 2/3 എന്ന് പറയുന്ന ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. 8/3 എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോണത്, ഇവിടെ 2 2/3ക്ക് വരും. ഞാൻ എന്തെന്നെടുത്ത് എഴുതി? 8/3 എന്ന് എഴുതി. എന്തെന്ന് എഴുതി? 8/3. ഇനി അടുത്ത് ചെയ്യാൻ പോണത്, ഈ 8-ന് പകരം ഞാൻ 4 × 2 എന്ന് എഴുതി. 8-ന് പകരം എന്തെന്ന് എഴുതി? 4 × 2 /3. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ 8 ഉണ്ടായി. 8-ന് വരെ ഞാൻ എന്തെടുത്ത് എഴുതി? 4 × 2 എന്ന് എഴുതി. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ 4-നെ പുറത്തേക്ക് എടുക്കണേ. 4-നെ എന്ത് ചെയ്യാൻ പോണേ? പുറത്തേക്ക് എടുക്കാൻ പോണേ. അപ്പോൾ 4 ഒരു റൂട്ടിൻ്റെ അകത്താവുള്ള, സോ ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് √4 × √2/3 എന്ന് എഴുതി. എന്തെന്ന് എഴുതി? √4 × √2/3. അപ്പോൾ 4 × 2/3ൽ ആ 4-നെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഞാൻ റൂട്ടിൻ്റെ ഒപ്പം എടുക്കുന്നുണ്ട്. സോ √4 × √2/3. ഇനി നമുക്കറിയാം √4ൻ്റെ വാല്യൂ എത്രയാണ്? √4ൻ്റെ വാല്യൂ 2 ആണ്. ഇൻറ്റു √2/3നെ ഞാൻ അങ്ങനെ തന്നെ എഴുതി. അപ്പം 2 × √2/3 എന്ത് തന്നെയാണ്? 2√3 തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് √2 2/3 ആയിരുന്നു. അതിന് ഞാൻ എന്തിലേക്ക് എത്തിച്ച്? 2 × √2/3ലേക്ക് എത്തിച്ച്. അതായത് LHSഉം RHSഉം ഈക്വൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്ത്? പ്രൂവ് ചെയ്ത്. നമുക്ക് എഴുതാം which is equal to RHS. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്ത്? പ്രൂവ് ചെയ്ത്. ഓക്കെ അല്ലേ? ഇതേപോലെ ആരെയും ചെയ്യാം. ഇതേപോലെ നമുക്ക് √3/8നെ നമുക്ക് എന്തെന്ന് എഴുതണം? 3 × √3/8 എന്ന് എഴുതണം. എന്തെന്ന് എഴുതണം? 3 × √3/8 എന്ന് എന്തെണ്ണം? എഴുതണം. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്ത് നോക്കാം. ഇതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം LHS എടുക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെടുക്കുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരാ ഉള്ള? √3/8 ആണ്. ആരാണ്? √3/8. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് LHS എടുക്കാം. സോ LHSൽ ആരാ ഉള്ള? √3/8. ഇനി ചെയ്യേണ്ട കാര്യം ഈ 3/8നെ എന്താക്കി മാറ്റണം? ഒരു പ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റണം. എന്താക്കി മാറ്റണം? പ്രോപ്പർ ഫ്രാക്ഷനാക്കി എന്താണ്? മാറ്റണം. പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാനായിട്ട് എല്ലാവർക്കും അറിയാം, നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 3-നെയും 8-നെയും എന്ത് ചെയ്യുക? ഇൻഡ്യൂ ചെയ്യുക. അപ്പം 3-ഉം 8-ഉം ഇൻഡ്യൂ ചെയ്യുമ്പോൾ എന്ത് വരും? 24 വരും. എന്ത് വരും? 24. ഇനി ന്യൂമറേറ്ററിലുള്ള 3-നെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ന്യൂമറേറ്ററിലുള്ള 3-നെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ 3-നെ ആഡ് ചെയ്ത് അതേപോലെ തന്നെ ഡിനോമിനേറ്ററിലുള്ള 8-നെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 24-ഉം 3-യും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 27 കിട്ടും. അപ്പോൾ 27/8. 27/8. ക്ലിയർ അല്ലേ? അപ്പം 3/8ന് പകരം എനിക്ക് എന്തെന്ന് എഴുതാം? 27/8 എന്ന് എഴുതാം. അപ്പം അടുത്ത സ്റ്റെപ്പിൽ ഞാനിവിടെ 3/8ന് പകരം 27/8. ഇനി അടുത്ത സ്റ്റെപ്പിൽ 27നെ ഞാൻ 9 × 3 എന്ന് എഴുതി. 27ന് പകരം ഞാൻ എന്തെന്ന് എഴുതി? 9 × 3. ഓക്കെ അല്ലേ? ഇനി ഇതിൽ ഞാൻ 9-നെ നേരത്തെ 4-നെ പുറത്തെടുത്ത പോലെ തന്നെ 9-നെ എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുക്കുക. അപ്പം 9-നെ ഞാൻ പുറത്തേക്ക് എടുത്ത് ഇൻറ്റു ബാലൻസ് ആരാ ഉള്ള? 3/8. ഓക്കെ അല്ലേ? √9ൻ്റെ വാല്യൂ 3 ആണ്. ഇൻറ്റു √3/8. 3 × √3/8ന് 3√3/8 എന്ന് എഴുതാം. അതായത് നമ്മളിവിടെ എന്ത് പ്രൂവ് ചെയ്ത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തിനോട് ഈക്വലാന്ന് പ്രൂവ് ചെയ്ത്? റൈറ്റ് ഹാൻഡ് സൈഡിനോട് ഈക്വലാന്ന് പ്രൂവ് ചെയ്ത്. അതായത് 3 × √3/8നോട് ഈക്വലാണെന്ന് എന്ത് ചെയ്ത്? നമ്മളിവിടെ പ്രൂവ് ചെയ്ത്. അപ്പോൾ which is equal to RHS. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര ഉള്ളൂ പ്രൂഫ്. എളുപ്പമുള്ളൊരു പ്രൂഫാണ്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഈക്വലാറ്റർ ട്രയാങ്കിൾ വിത്ത് സൈഡ് 9 cm. അതായത് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളുടെ സൈഡ് എത്രയാണ്?
ആ ട്രയാങ്കിളിൻ്റെ സൈഡ് 9 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. ഈ ഒരു ട്രയാങ്കിളിൽ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ. സോ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഈക്വലായിട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? √3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എ സ്ക്വയർ അല്ലേ? √3/4 ഇൻറ്റു എ സ്ക്വയർ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ട്രയാങ്കിളിൽ ഒരു സൈഡിനാണ് നമ്മൾ എന്തെന്ന് പറയണം? എ എന്ന് പറയണം. സോ എൻ്റെ വാല്യൂ എത്രയാണ്? എൻ്റെ വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു 9. സോ എക്ക് വരുമ്പോൾ എന്ത് കൊടുക്കുക? 9 കൊടുക്കുക. അപ്പോൾ √3/4 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി √3/4 ഇൻറ്റു 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81 ആണ്. 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81. അപ്പോൾ √3 ഇൻറ്റു 81 81√3 ഡിവൈഡഡ് ബൈ 4. നമുക്ക് 81നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 81 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ 81നെ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല? 4 വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു ഡെസിമൽ വാല്യൂ വരും. സോ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏരിയ എന്തെന്ന് എഴുതിയാൽ മതി? 81√3/4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയൻ്റെ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ എന്തിൻ്റെ ടേംസിലാണ് വന്നേക്കണം? ഇവിടെ സെൻറ്റിമീറ്ററിലാണ് വന്നേക്കണം. സോ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈക്വൽ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിച്ച്. ഇനി ബി സബ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് സൈഡ് 4 സെൻറ്റിമീറ്റർ 13 സെൻറ്റിമീറ്റർ ആൻഡ് 15 സെൻറ്റിമീറ്റർ. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രയാങ്കിൾ വരക്കാം. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിലെ സൈഡ്സ് എന്തൊക്കെയാണ്? ഈ ട്രയാങ്കിളിലെ സൈഡ്സ് 4 സെൻറ്റിമീറ്റർ, അതേപോലെ തന്നെ ബാക്കിയുള്ള 2 സൈഡ് 13 സെൻറ്റിമീറ്റർ, പിന്നെ 15 സെൻറ്റിമീറ്റർ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ ആയിരുന്നു. ആ ട്രയാങ്കിൾ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് ഈ ട്രയാങ്കിൾ നമുക്ക് നോക്കണമെങ്കിൽ ഈ ട്രയാങ്കിൾ എന്തല്ല? ഈക്വലായിട്ട് ട്രയാങ്കിൾ അല്ല. ഈ ട്രയാങ്കിളിലെ 3 സൈഡും ഡിഫറെൻ്റ് ആണ്. ആദ്യത്തെ 4 ആണെങ്കിൽ മറ്റേ സൈഡ് 13, അതിൻ്റെ അപ്പുറത്തുള്ള സൈഡ് എത്രയാണ്? 15 ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിലെ 3 സൈഡ്സ് അറിയാം, 3 സൈഡും ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഹെറോൺസ് ഫോർമുല എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ഏത് ഫോർമുല യൂസ് ചെയ്യണം? ഹെറോൺസ് ഫോർമുല. അപ്പം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷനാണ് √(s ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഇക്വേഷനാണ് നമ്മൾ എന്തെന്ന് പറയണം? ഹെറോൺസ് ഫോർമുല. അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യണത് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 സൈഡ്സ് ഒന്നുണ്ട്. ആ 3 സൈഡ്സിനെ എന്താക്കിയെടുക്കുക? എ, അതുപോലെ തന്നെ ബി, അതുപോലെ തന്നെ സി. ഇപ്പോൾ 3 സൈഡ്സ് ഉണ്ട്. ആ 3 സൈഡ്സിനെ എന്താക്കിയെടുക്കുക? എയും ബിയും സിയും ആക്കിയെടുക്കുക. ഇനി ഇവിടെ ഒരാളെ കുറിച്ച് പഠിക്കാനുണ്ട്. എസ് എന്ന് പറയുന്നത് ആരാന്ന് എനിക്കറിയാം. എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്. എസ് എന്ന് പറയുന്നത് എന്താണ്? സെമി പെരിമീറ്റർ. അതായത് പെരിമീറ്ററിൻ്റെ പകുതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണം? സെമി പെരിമീറ്റർ. അപ്പം എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് a+b+c ഡിവൈഡഡ് ബൈ 2. ഇതിൽ എൻ്റെ വാല്യൂ 15 ആണ്, ബീൻ്റെ വാല്യൂ 13 ആണ്, അതുപോലെ തന്നെ സീൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്, ഡിവൈഡഡ് ബൈ 2. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 15 + 13 + 4 എന്ന് പറയുമ്പോൾ 32 വരും. 32നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 16 കിട്ടും. അപ്പം എസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച്. എസിൻ്റെ വാല്യൂ എത്രയാണ്? 16. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ എസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സീൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയും വാല്യൂസ് എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഏരിയ വിച്ച് ഇസ് ഈക്വൽ ടു √() എസിന് പകരം 16, എസ് മൈനസ് എക്ക് പകരം 16 മൈനസ് 15. ഇനി എസ് മൈനസ് ബിക്ക് പകരം 16 മൈനസ് 13. ഇനി എസ് മൈനസ് സിക്ക് പകരം 16 മൈനസ് 4. ഓക്കെ അല്ലേ? അപ്പം എസിൻ്റെ വാല്യൂ, എൻ്റെ വാല്യൂ, ബീൻ്റെ വാല്യൂ, സീൻ്റെ വാല്യൂ, ഈ ഇത്രയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്ത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദെൻ √() 16 ഇൻറ്റു, ഇനി 16ൽ നിന്ന് 15 കുറച്ചാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും, ഇൻറ്റു. ഇനി അടുത്തത് 16ൽ നിന്ന് 13 കുറച്ചാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3 കിട്ടും, ഇൻറ്റു. ഇനി 16ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 12 കിട്ടും. എന്ത് കിട്ടും? 12. ഇനി വിച്ച് ഇസ് ഈക്വൽ ടു √() 16 ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഇനി 1 ഇൻറ്റു 3 എത്രയാണ്? 1 ഇൻറ്റു 3 3. ദെൻ 3 ഇൻറ്റു 12 36. ഇപ്പം എനിക്കിവിടെ ഈ 3 നമ്പേഴ്സിന് പകരം ഇൻറ്റു ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി?
36 കിട്ടി. എനിക്ക് എന്ത് കിട്ടി? 36. ഇനി ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോണേ. ഇതിനെ ഞാൻ എങ്ങനെ എഴുതി? √16 × √36 എന്ന് എഴുതി. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 16 × 36നെ ഞാൻ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്തായി? √16 × √36. അപ്പോൾ എല്ലാവരും സ്ക്വയർ റൂട്ടിൻ്റെ വാല്യൂസ് പഠിച്ചിട്ടുണ്ടാവും. √16ൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. √36ൻ്റെ വാല്യൂ എത്രയാണ്? 6 ആണ്. അപ്പോൾ 4 × 6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 24 കിട്ടും. സോ നമ്മുടെ ആൻസർ കിട്ടി. ആൻസർ എത്രയാണ്? 24. അപ്പോൾ ഏരിയയാണ് കണ്ടുപിടിച്ചാൽ ഏരിയൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തിൻ്റെ ടേംസിലാണ് വന്നേക്കണം? സെൻറ്റിമീറ്ററിലാണ് വന്നേക്കണം. ക്വസ്റ്റ്യനിൽ എന്തിലാണ് വന്നേക്കണം? സെൻറ്റിമീറ്റർ. സോ യൂണിറ്റ് എന്തെടുത്ത് എഴുതുക? സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഈക്വൽ ട്രയാങ്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ 3 സൈഡ്സും ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹെറോൺസ് ഫോർമുല എന്ത് ചെയ്യും? യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന അടുത്ത ചാപ്റ്ററാണ്. അപ്പോൾ അടുത്ത ചാപ്റ്റർ നമ്മൾ ചെയ്യുന്നത് പോളിനോമിയൽസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പോളിനോമിയൽസ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ പോളിനോമിയൽസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ P(x) എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ എന്നുണ്ട്. P(x) = 4x - 5. P(x) = 4x - 5. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ആദ്യം കണ്ടുപിടിക്കേണ്ടത് P(2) ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? P(2). നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? P(2). P(2) കണ്ടുപിടിക്കാൻ ഇത്രേ ഉള്ളൂ. ഇവിടെ എക്സിന് പകരം നമുക്കിവിടെ എന്താ വന്നേക്കണം? 2 ആണ് വന്നേക്കണം. എക്സിന് പകരം എന്താ വന്നേക്കണം? 2. അപ്പോൾ ഇപ്പുറത്തും എക്സിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? എക്സിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. എന്തിട്ട് കൊടുക്കുക? 2. 4x - 5 എന്നാണ്. അതായത് 4 × എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 × 2 - 5. അപ്പോൾ 4 × 2 എത്രയാണ്? 8 ആണ്. സോ 8 - 5 which is equal to 3 കിട്ടും. അപ്പോൾ P(2)ൻ്റെ വാല്യൂ എത്ര കിട്ടി? 3 കിട്ടി. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ P(x) എന്നുണ്ട്. P(x) എന്ന് പറയുന്നത് ആരാണ്? x² + 5x + 3. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് P(0) ആണ്. ആദ്യം നമുക്ക് ആരെ കണ്ടുപിടിക്കണം? P(0) കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ P(0) എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക. നേരത്തെ P(x) ആണെങ്കിൽ ഇവിടെ എന്താണ്? P(0) ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. ഇവിടെ x² പകരം 0², 5 × x ആണ്. അതായത് 5 × 0 ആണ് +3. 0യുടെ സ്ക്വയർ എത്രയാണ്? 0. 5 × 0 0, ദെൻ 3 അങ്ങനെ തന്നെ എഴുതുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ P(0)ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് P(0)ൻ്റെ വാല്യൂ എത്രയാണ്? 3. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് P(1). അടുത്ത കണ്ടുപിടിക്കേണ്ടത് എന്താണ്? P(1). ഇതേപോലെ തന്നെ P(x) എടുത്ത് എഴുതുക. P(x) എന്ന് പറയുന്നത് ആരാണ്? x² + 5x + 3. ഇതാണ് നമ്മുടെ P(x). ഇനി ആരെ കണ്ടുപിടിക്കുക? P(1) കണ്ടുപിടിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്ത്, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരാ ഉള്ള? 1 ആണുള്ള. അപ്പോൾ എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ x² എന്ന് പറയുമ്പോൾ 1². അപ്പോൾ 5x എന്ന് പറയുമ്പോൾ 5 × 1 + 3. ഇപ്പോൾ നമുക്കറിയാം 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1. പിന്നെ 5 × 1 5 +3. ഈ 3 നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ 1 + 5 എത്രയാണ്? 6. 6 + 3 എത്രയാണ്? 9. സോ P(1)ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് P(1)ൻ്റെ വാല്യൂ എത്രയാണ്? 9. ഓക്കെ അല്ലേ? ഇനി ഒരാളെയും കൂടി കണ്ടുപിടിക്കാനുണ്ട്. ലാസ്റ്റത്തെ ആളാരാണ്? P(-1). ലാസ്റ്റത്തെ ആളാരാണ്? P(-1). അപ്പം അതിനായിട്ട് P(x) എടുത്ത് എഴുതാം. P(x) എന്ന് പറയുന്നത് എന്താണ്? x² + 5x + 3. P(-1) ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം x ഉള്ള സ്ഥലത്തൊക്കെ എന്തിട്ട് കൊടുക്കുക? -1 ഇട്ട് കൊടുക്കുക. അപ്പം x² പകരം -1², 5x പകരം 5 × -1 + 3. ഓക്കെ അല്ലേ? ഇനി -1ൻ്റെ സ്ക്വയർ നമുക്കറിയാം. -1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 × -1 ആണ്. ഇപ്പോൾ 2 നെഗറ്റീവ് നമ്പേഴ്സ് ഇൻഡ്യൂ ചെയ്യുമ്പോൾ -ഉം എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ബാലൻസ് ആരാ ഉള്ള? 1 × 1 which is equal to 1. അപ്പോൾ -1ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ എത്രയാണ്? 1 ആണ്. പ്ലസ് ഇനി 5 × -1. 5 × -1 നമുക്കറിയാം. 5 × -1 എന്ന് പറയുമ്പോൾ -5 ആണ് ആൻസർ +3. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 2 സൈൻ അടുത്തടുത്ത് വന്നാൽ ഒറ്റൊരു സൈനാക്കി മാറ്റണം. അപ്പോൾ പ്ലസും മൈനസും അടുത്ത് വന്നാൽ എന്ത് വരും? ഏത് സൈനാണ് വന്ന? മൈനസ് ആണ് വന്ന. സോ 1 - 5 + 3.
ഓക്കെ, ഇനി ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കണം. 1 പോസിറ്റീവാണ്, അതുപോലെ തന്നെ +3 ഇതും പോസിറ്റീവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ആഡ് ചെയ്യാം. 1നെയും 3നെയും ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. അതുപോലെ തന്നെ ആരെ മൈനസ് ചെയ്യാം? ഇവിടെ നെഗറ്റീവ് നമ്പറായിട്ട് ആര് മാത്രമേ ഉള്ളൂ? -5 മാത്രമേ ഉള്ളൂ. സോ -5. 4 - 5ൻ്റെ ആൻസർ എത്രയാണ്? -1 ആണ്. അപ്പോൾ ആൻസർ കണ്ടുപിടിച്ച് P ഓഫ് -1ൻ്റെ ആൻസർ എത്ര കിട്ടി? -1. ഓക്കെ അല്ലേ? ഇപ്പോൾ പോളിനോമിയൽസിലെ 2 ക്വസ്റ്റ്യൻസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ച്. അപ്പോൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? P ഓഫ് എക്സിന് പകരം P ഓഫ് 0 ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P ഓഫ് 1 ആണെങ്കിൽ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇനി ചെയ്യാൻ പോണ ക്വസ്റ്റ്യൻസ് ഇത്തിരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഫിഗർ വരക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ റെക്റ്റാങ്കിളിനെ കുറിച്ചാണ് പറഞ്ഞേക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് വരക്കാം? ഒരു റെക്റ്റാങ്കിളിനെ വരക്കാം. അപ്പം ഞാനിവിടെ എന്ത് വരച്ച്? ഒരു റെക്റ്റാങ്കിൾ വരച്ച്. ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 2 യൂണിറ്റ്സ് മോർ ദാൻ ദ ലെങ്ത് ഓഫ് ദർ സൈഡ്. നമുക്കറിയാം, ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ അവിടെ ലെങ്ത്തും ഉണ്ടാവും, അതേപോലെ തന്നെ ആരും ഉണ്ടാവും? ബ്രെത്തും ഉണ്ടാവും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 2 യൂണിറ്റ് മോർ ദാൻ ദ ലെങ്ത് ഓഫ് അതർ സൈഡ്. അപ്പോൾ ലെങ്ത്തും ഉണ്ട് ബ്രെത്തും ഉണ്ട്. ഒരു സൈഡിനേക്കാളും മറ്റേ സൈഡ് എന്ന് പറയുന്നത് 2 യൂണിറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി എ സബ് ക്വസ്റ്റ്യനിൽ പറയണത് ടേക്കിംഗ് ദ ഷോർട്ടർ സൈഡ് ഓഫ് ദ റെക്റ്റാങ്കിൾ ആസ് എക്സ്. അപ്പോൾ ഷോർട്ടർ സൈഡിനെ എന്താക്കിയെടുത്ത്? എക്സ് ആക്കിയെടുത്ത്. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഷോർട്ടർ സൈഡ് ആരായിരിക്കും? ലെങ്ത് ആയിരിക്കും, ബ്രെത്ത് ആയിരിക്കും? അപ്പോൾ നമുക്കറിയാം, ഏറ്റവും ചെറിയ സൈഡ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ബ്രെത്ത് ആയിരിക്കും. സോ ബ്രെത്തിനെ എന്താക്കിയെടുക്കുക? എക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ബ്രെത്തിനെ ഞാൻ എന്താക്കിയെടുത്ത്? എക്സ് ആക്കിയെടുത്ത്. അപ്പോൾ ബ്രെത്ത് എക്സ് ആക്കിയെടുത്താൽ എന്ത് കണ്ടുപിടിക്കുക? ലോങ്ങർ സൈഡിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ട. നമുക്കറിയാം, ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷൻ ഒരു സൈഡിനേക്കാളും മറ്റേ സൈഡ് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ കൂടുതലായിരിക്കും? 2 സെൻറ്റിമീറ്റർ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ലെങ്ത് ആണ് വലിയ സൈഡ്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെത്തിനേക്കാളും 2 സെൻറ്റിമീറ്റർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ലെങ്ത്തും കണ്ടുപിടിച്ച് ബ്രെത്തും കണ്ടുപിടിച്ച്. സോ ഇവിടുത്തെ ആൻസർ എത്രയാണ്? x+2. ഇവിടുത്തെ ആൻസർ എത്രയാണ്? x+2. ഇനി ബി സബ് ക്വസ്റ്റ്യൻ. ടേക്കിംഗ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആസ് എ ഓഫ് എക്സ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയനെ എന്താക്കി എടുക്കുക? എ ഓഫ് എക്സ് ആക്കി എടുക്കുക. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എ ഓഫ് എക്സ് ആസ് ആൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയനെ എ ഓഫ് എക്സ് ആക്കി എടുക്കുക. അതേപോലെ തന്നെ റിലേഷൻ കണ്ടുപിടിക്കുക. എക്സും എ ഓഫ് എക്സും തമ്മിലുള്ള റിലേഷൻ ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യുക? എടുത്തെഴുതാം. ഇത് ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഏരിയനെ കുറിച്ചാണ് പറഞ്ഞേക്കണം. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞേക്കണം? ഏരിയ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എടുത്ത് എഴുതാം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? L/B ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെങ്ത്തിനെയും ബ്രെത്തിനെയും ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഇതിൽ ഏരിയനെ നിങ്ങൾ എന്താക്കിയെടുക്കുക? എ ഓഫ് എക്സ് ആക്കി എടുക്കുക. ഏരിയനെ എന്താക്കിയെടുക്കുക? എ ഓഫ് എക്സ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഏരിയനെ എന്താക്കിയെടുത്ത്? എ ഓഫ് എക്സ് ആക്കി എടുത്ത്. ഇനി ലെങ്ത് എന്ന് പറയുന്നത് ആരാണ്? ലെങ്ത് എന്ന് പറയുന്നത് x+2 ആണ്. അപ്പോൾ ലെങ്ത്തിന് വരെ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? x+2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഇൻറ്റു ബ്രെത്ത് എന്ന് പറയുന്നത് ആരാണ്? ബ്രെത്ത് എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ? ബ്രെത്ത് എന്ന് പറയുന്നത് ആരാണ്? എക്സ്. അപ്പോൾ ബ്രെത്തിന് വരെ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ എ ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകണം. എക്സ് ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x² പ്ലസ് എക്സ് ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x. അപ്പം ബ്രാക്കറ്റിൻ്റെ പുറത്ത് എക്സ് ആവുള്ള എക്സ് വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എ ഓഫ് എക്സ് കണ്ടുപിടിച്ച്. എ ഓഫ് എക്സ് ഈക്വൽ ടു x² + 2x. x² + 2x. ഓക്കെ, അപ്പോൾ ഇതാണ് ബി സബ് ക്വസ്റ്റിൻ്റെ ആൻസർ. അതായത് ഏരിയയും അതുപോലെ തന്നെ എക്സും എ ഓഫ് എക്സും തമ്മിലുള്ള റിലേഷനാണ് എ ഓഫ് എക്സ് ഈക്വൽ ടു x² + 2x. ഇനി സി സബ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് സി സബ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് എ ഓഫ് 10. കാൽക്കുലേറ്റ് എ ഓഫ് 10. എ ഓഫ് 10ൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എ ഓഫ് 10ൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഓഫ് 10 കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് എ ഓഫ് എക്സ് എടുത്ത് എഴുതാം. എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരാണ്? എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരാണ്? x² + 2x ആണ്. ഇതിൽ എ ഓഫ് 10 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നേരത്തെ നമ്മൾ പി ഓഫ് എക്സിൻ്റെ പകരം പി ഓഫ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കില്ല. അതുപോലെ തന്നെ എ ഓഫ് 10 കണ്ടുപിടിക്കുക. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത്
എക്സിന് പകരം ഇവിടെ ആരാ വന്നേക്കണം 10 ആണ്. സോ ഇപ്പുറത്തും എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക 10 ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയറിന് പകരം 10 സ്ക്വയർ, 2x പകരം 2 × 10. അപ്പോൾ 10 സ്ക്വയറിൻ്റെ വാല്യൂ 100 ആണ്. 2 × 10 എത്രയാണ് 20 ആണ്. അപ്പോൾ 100 + 20 എത്രയാണ് 120. അതായത് a(10) വാല്യൂ കണ്ടുപിടിച്ച് a(10) വാല്യൂ എത്ര കിട്ടി 120 കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ പറയണത് ദ ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ ഈസ് 2 സെൻറ്റിമീറ്റർ മോർ ദാൻ ബ്രെത്ത്. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിലെ ലെങ്ത് എന്ന് പറയണത് ഇതാ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ റെക്റ്റാങ്കിളിലെ ലെങ്ത് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ മോർ ദാൻ ബ്രെത്തിനേക്കാളും 2 സെൻറ്റിമീറ്റർ എന്തായിരിക്കും കൂടുതലായിരിക്കും. അപ്പോൾ ലെങ്ലും ഉണ്ട്, അതുപോലെ തന്നെ ബിയും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ബ്രെത്തിനെ എന്താക്കിയെടുക്കുക എക്സ് ആക്കിയെടുക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദ ബ്രെത്ത് ഈസ് ടേക്കൺ ആസ് എക്സ്, ബ്രെത്തിനെ എന്താക്കിയെടുക്കുക എക്സ് ആക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും എന്ന് വെച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ലെങ്ത്? ഇപ്പം ലെങ്ത് കണ്ടുപിടിക്കണം. നമുക്കറിയാം ബ്രെത്തിനേക്കാളും 2 സെൻറ്റിമീറ്റർ കൂടുതലായിരിക്കും എന്ത് ലെങ്ത്. അപ്പം ലെങ്ത് എന്ന് പറയുന്നത് ആരായിരിക്കും? അപ്പോൾ എ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ലെങ്ത് എന്ന് പറയുന്നത് ആരായിരിക്കും x+2. ലെങ്ത് എന്ന് പറയുന്നത് ആരാണ് x+2. ഇനി അടുത്തത് ബി സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബി സബ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത് ടേക്കിംഗ് ദ പെരിമീറ്റർ ആസ് പി ഓഫ് എക്സ്. ഈ റെക്റ്റാങ്കിളിലെ പെരിമീറ്ററിനെ പി ഓഫ് എക്സ് ആക്കി എടുക്കുക. റൈറ്റ് ദ ഇക്വേഷൻ റിലേറ്റിംഗ് എക്സ് ആൻഡ് പി ഓഫ് എക്സ്. നേരത്തെ നമ്മൾ ഏരിയ വെച്ച് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ പെരിമീറ്ററിൽ എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നേരത്തെ ഏരിയയുടെ ഇക്വേഷൻ എടുത്ത് എഴുതി, അതുപോലെ തന്നെ ഇവിടെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എടുത്ത് എഴുതുക. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ് 2 × l+b അല്ലേ? പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ് 2 × l+b. പെരിമീറ്ററിനെ എന്താക്കി എടുക്കുക പി ഓഫ് എക്സ് ആക്കി എടുക്കുക. അപ്പോൾ പെരിമീറ്ററിന് വരെ ഞാൻ എന്തെടുത്ത് എഴുതി പി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2 × ലെങ്ത് എന്ന് പറയുന്നത് ആരാണ് x+2 ആണ്. ലെങ്ത് എന്ന് പറയുന്നത് ആരാണ് x+2. അതുപോലെ തന്നെ ബ്രെത്ത് എന്ന് പറയുന്നത് ആരാണ് എക്സ് ആണ്. ബ്രെത്ത് എന്ന് പറയുന്നത് ആരാണ് എക്സ്. അപ്പോൾ ലെങ്ത്തിന് വരം x+2 പ്ലസ് ബ്രെത്തിന് വരം എന്ത് കൊടുത്ത് എക്സ് കൊടുത്ത്. ഇനി ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്താൽ മതി. ഇനി എക്സിനെയും ആഡ് ചെയ്യാം. എക്സും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സും ആഡ് ചെയ്യുമ്പോൾ 2x കിട്ടും. ദെൻ ബാലൻസ് ഇവിടെ ആരാ ഉള്ള +2 ഉണ്ട്. ഇനി 2 വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 × 2x എന്താണ് 4x ആണ്. പ്ലസ് 2 × 2 എന്താണ് 4. അപ്പോൾ പി ഓഫ് എക്സ് കണ്ടുപിടിച്ച് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരാണ് 4x + 4. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരാണ് 4x + 4. ഇതാണ് എന്ത് പെരിമീറ്ററും അതുപോലെ തന്നെ എക്സും പി ഓഫ് എക്സും തമ്മിലുള്ള റിലേഷൻ ആണ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4x + 4. ഇതേപോലെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ടേക്കിംഗ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആസ് എ ഓഫ് എക്സ്, റൈറ്റ് ദ ഇക്വേഷൻ റിലേറ്റിംഗ് എക്സ് ആൻഡ് എ ഓഫ് എക്സ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഏരിയനെ എന്താക്കി എടുക്കുക എ ഓഫ് എക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് L × B. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L × B. ഏരിയനെ എന്താക്കി എടുക്കുക എ ഓഫ് എക്സ്. ഇനി ലെങ്ത്തിന് വരുമ്പോൾ എന്ത് കൊടുക്കുക? ലെങ്ത് എത്രയാണ് x+2. ലെങ്ത് എത്രയാണ് x+2. അപ്പോൾ x+2 ഇൻറ്റു ബ്രെത്ത് എന്ന് പറയുന്നത് ആരാണ് എക്സ് ആണ്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ പുറത്ത് എക്സ് ആവുള്ള എക്സ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. x × x ചെയ്യുമ്പോൾ എന്ത് കിട്ടും x² പ്ലസ് x × 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 2x. അപ്പോൾ എ ഓഫ് എക്സും എക്സും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ച് എന്താണ് എ ഓഫ് എക്സും എക്സും തമ്മിലുള്ള റിലേഷൻ? എ ഓഫ് എക്സ് ഈക്വൽ ടു x² + 2x. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അപ്പം ഇത് എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടില്ല. ലെങ്ത് എന്താണെന്ന് കണ്ടുപിടിക്കുക, ബ്രെത്ത് എന്താണെന്ന് കണ്ടുപിടിക്കുക, ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏരിയ ആണെങ്കിൽ എ ഓഫ് എക്സ് ആക്കി എടുക്കുക, പെരിമീറ്റർ ആണെങ്കിൽ എന്താക്കി എടുക്കുക പി ഓഫ് എക്സ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇവിടെ വീണ്ടും എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കണം? റെക്റ്റാങ്കിളിനെ കുറിച്ച് പഠിക്കണം. ഇപ്പം ഇവിടെ ചെറിയ മാറ്റമുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്നുണ്ട് അല്ലേ? കൺസിഡർ, ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. കൺസിഡർ ദ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 20 ആണ്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 20. ഇനി ആദ്യം കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് L+B, അതായത് വാട്ട് ഈസ് ലെങ്ത് പ്ലസ് ബ്രെത്ത്. അപ്പോൾ ഈ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കൊന്ന് കണ്ടുപിടിക്കാം.
അപ്പോൾ എ അല്ല ബി സബ് ക്വസ്റ്റിൻ്റെ എ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ എൽ പ്ലസ് ബി. ലെങ്ത്തും ബ്രെത്തും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ടാണ് നമുക്കിവിടെ എന്ത് തന്നേക്കണം, പെരിമീറ്റർ തന്നേക്കണം. സോ എടുത്തെഴുതാം, പെരിമീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 20. ഇപ്പോൾ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ? 2 × L + B. അതായത് 2 × L + ബിൻ്റെ വാല്യൂ ആണ് എന്ത്? 20. 2 × L + ബിൻ്റെ വാല്യൂ ആണ് എന്ത്? 20. അങ്ങനെയാണെങ്കിൽ L + ബി എന്തായിരിക്കും? 20/2 ആയിരിക്കും. 20/2. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ × 2 ഇപ്പുറം വന്നപ്പോൾ എന്തായി? /2 ആയി മാറി. ഇനി 20നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 20നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 10 കിട്ടും. അപ്പോൾ L + ബിൻ്റെ വാല്യൂ 10. ഇനി അടുത്ത ബി സബ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബി സബ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് if the L is taken as x, write an equation relating x and a of x. അപ്പോൾ ലെങ്ത്തിന് ഈ റെക്റ്റാങ്കിളുടെ ലെങ്ത്തിന് എന്താക്കിയെടുത്ത്? എക്സ് ആക്കിയെടുത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ബ്രെത്ത് എത്രയെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബ്രെത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ബ്രെത്ത് കണ്ടുപിടിക്കാനായിട്ട് ഇത്രേ ഉള്ളൂ. നമുക്കറിയാം L + ബി എന്ന് പറയുന്നത് ആരാണ്? 10 ആണ്. നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ്. L + ബി എന്ന് പറയുന്നത് ആരാണ്? 10. ഇതിൽ ലെങ്ത്തിനെ നമ്മൾ എന്താക്കിയെടുത്ത്? എക്സ് ആക്കിയെടുത്ത്. ലെങ്ത്തിന് എന്താക്കിയെടുത്ത്? എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് + ബിയും എന്ത് തന്നെ ആയിരിക്കും? 10 തന്നെ ആയിരിക്കും. എക്സ് + ബിയും എന്ത് തന്നെ ആയിരിക്കും? 10. ഇനി ബീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ബീനെ ഒറ്റക്കാക്കാം. അപ്പോൾ ഈ +x ഇപ്പുറം വരുമ്പോൾ എന്താവും? -x ആവും. അപ്പോൾ ബി എന്ന് പറയുന്ന ആരായിരിക്കും? ബി എന്ന് പറയുന്ന ആൾ 10 - x ആയിരിക്കും. ബി എന്ന് പറയുന്ന ആൾ ആരായിരിക്കും? 10 - x. അപ്പോൾ ഈ രീതിയിൽ വേണം എല്ലും ബിയും എന്ത് ചെയ്യാൻ? കണ്ടുപിടിക്കാനായിട്ട്. പെരിമീറ്റർ തരാൻ നേരത്ത്. ഓക്കെ അല്ലേ? ഇനി സി സബ് ക്വസ്റ്റ്യൻ. ബി സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. റൈറ്റ് ആൻ ഇക്വേഷൻ റിലേറ്റിംഗ് എക്സ് ആൻഡ് എ ഓഫ് എക്സ്. എക്സും എ ഓഫ് എക്സും തമ്മിലുള്ള റിലേഷൻ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ റിലേഷൻ കണ്ടുപിടിക്കാൻ അറിയാം. എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരാണ്? ഏരിയയാണ്. സോ എടുത്ത് എഴുതാം, ഏരിയയുടെ ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു L × B. നേരത്തെ ചെയ്ത പോലെ തന്നെ ഏരിയ എന്ന് പറയുന്നത് ആരാണ്? എ ഓഫ് എക്സ്. ഇനി ലെങ്ത് എന്ന് പറയുന്നത് ആരാണ്? എക്സ് ആണ്. ബ്രെത്ത് എന്ന് പറയുന്നത് ആരാണ്? 10 - x ആണ്. അപ്പോൾ ലെങ്ത്തിന് പകരം എക്സ് ഇൻറ്റു ബ്രെത്തിന് പകരം 10 - x. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആദ്യം x × 10 ചെയ്യുക, പിന്നെ x × x ചെയ്യുക. ഇവിടെ എ ഓഫ് എക്സ് ഈക്വൽ ടു, അപ്പോൾ ആദ്യം x × 10 ചെയ്യുമ്പോൾ 10x കിട്ടും. പിന്നെ തൊട്ടടുത്തുള്ള സൈൻ മൈനസ് ആണ്. പിന്നെ x × x ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x² കിട്ടും. എന്ത് കിട്ടും? x². അപ്പോൾ ഇവിടെ എ ഓഫ് എക്സും എക്സും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ച്. അപ്പോൾ എ ഓഫ് എക്സ് എന്തിനോട് ഈക്വലാണ്? 10x - x² എന്താണ്? ഈക്വലാണ്. ഇനി സി സബ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ഓഫ് 25 ആൻഡ് എ ഓഫ് 5. അപ്പോൾ ഇവിടെ എ ഓഫ് 25 അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സി സബ് ക്വസ്റ്റ്യൻ. എ ഓഫ് 25 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ആരാവുന്നേക്കണം? 25 ആണ്. ഓക്കെ. ഇപ്പോൾ 10x എന്ന് പറയുമ്പോൾ 10 × 25 മൈനസ് x² എന്ന് പറയുമ്പോൾ 25ൻ്റെ സ്ക്വയർ. ഇപ്പോൾ 10 × 25 എത്രയാണ്? 250 അല്ലേ? 10 × 25 250 മൈനസ് 25ൻ്റെ സ്ക്വയർ എത്രയാണ്? 625. അപ്പോൾ ഇവർ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ 250 ൽ നിന്ന് 625 മൈനസ് ചെയ്യണം. അപ്പോൾ മൈനസ് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. വലുതിൽ നിന്ന് ചെറുത് ഓർക്കാം. വലുത് 625 ചെറുതാരാണ്? 250. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ബാലൻസ് 250 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 5 കിട്ടും. ദെൻ 2നെ 5 വെച്ച് മൈനസ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ നിന്ന് 1 ബോറോ ചെയ്യാം. 2ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ 7 കിട്ടും. ഇവിടെ 5 ഉണ്ട്. 5ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 375. അപ്പോൾ എ ഓഫ് 25 കണ്ടുപിടിച്ച്. എ ഓഫ് 25ൻ്റെ വാല്യൂ എത്രയാണ്? 375. അതുപോലെ തന്നെ എ ഓഫ് 5 കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ എ ഓഫ് 5 എന്ന് പറയുമ്പോൾ 10 × 5 മൈനസ് 5². അപ്പോൾ ഇതാണ് നമ്മുടെ എ ഓഫ് എക്സ്. എക്സിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 5 ഇട്ട് കൊടുക്കുക. അപ്പോൾ 10 × 5 മൈനസ് 5². 10 × 5 എത്രയാണ്? 50. ദെൻ 50 മൈനസ് 5² എത്രയാണ്? 25. ആൻസർ എന്ത് കിട്ടും? 50ൽ നിന്ന് 25 കുറച്ചാൽ ബാലൻസ് എത്ര ഉണ്ടാവും? 25 ഉണ്ടാവും. അപ്പോൾ എ ഓഫ് 5 കണ്ടുപിടിച്ച്. എ ഓഫ് 5 എത്രയാണ്? 25. ക്ലിയർ അല്ലേ?
അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 5x + 1 ഈസ് എ പോളിനോമിയൽ. ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ എന്നുണ്ട്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 5x + 1 ഇതാണ് തന്നിരിക്കുന്ന പോളിനോമിയൽ. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയെന്ന് എന്താണ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു പോളിനോമിയലിൻ്റെ അകത്ത് ആരുണ്ട്, x² ഉണ്ട്. ഈ ഒരു പോളിനോമിയലിൻ്റെ അകത്ത് ആരുണ്ട്, x². അപ്പം ഒരു പോളിനോമിയലിൻ്റെ അകത്ത് x² ഉണ്ടെങ്കിൽ നമുക്കത് പറയാം ഇത് ഏത് ഡിഗ്രി പോളിനോമിയലാണ് വന്നത്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. എന്ത് ഡിഗ്രി പോളിനോമിയലാണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു പോളിനോമിയലിൻ്റെ അകത്ത് എക്സ് മാത്രമേ ഉള്ളൂ, ഒരു പോളിനോമിയലിൻ്റെ അകത്ത് വേരിയബിളായിട്ട് ആര് മാത്രമേ ഉള്ളൂ, എക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് വിളിക്കാം. ഒരു പോളിനോമിയലിൻ്റെ അകത്ത് x² കണ്ടാൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. x² ഉണ്ടെങ്കിൽ എന്താണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. എക്സ് മാത്രമേ ഉള്ളൂ, x² ഇല്ല, എക്സ് മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ എങ്കിൽ അത് ഏത് പോളിനോമിയലാണ്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. സോ ഇവിടെ x² ഉള്ളതുകൊണ്ട്, x²ൻ്റെ ടേം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് പി ഓഫ് 1, പി ഓഫ് -1, പി ഓഫ് 0 ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, ടൈമില്ല. ആദ്യം പി ഓഫ് 1 കണ്ടുപിടിക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 2 × 1² - 5 × 1 + 1. ഇപ്പോൾ 1² വാല്യൂ 1 ആണ്. 2 × 1 എത്രയാണ്, 2. 5 × 1 5 + 1. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 1നെയും 2നെയും 1നെയും ആഡ് ചെയ്യാം, കാരണം ഇവർ രണ്ടുപേരും പോസിറ്റീവാണ്. ഇപ്പോൾ 2നെയും 1നെയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 കിട്ടും. പിന്നെ ബാലൻസ് ആരുണ്ട്, -5 ഉണ്ട്. ഇപ്പോൾ -5നെ ഞാൻ അങ്ങനെ തന്നെ എഴുതി. 3 - 5 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്, -2. അപ്പം പി ഓഫ് 1ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് പി ഓഫ് 1ൻ്റെ വാല്യൂ എത്രയാണ്, -2. ഇനി അടുത്തത് പി ഓഫ് -1 കണ്ടുപിടിക്കണം. ഇനി അടുത്ത് ആരെ കണ്ടുപിടിക്കണം, പി ഓഫ് -1. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x² - 5x + 1 ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് പി ഓഫ് -1 കണ്ടുപിടിക്കണം. ഇപ്പം 2 × -1ൻ്റെ സ്ക്വയർ, 2 × -1² - 5 × -1 + 1. അപ്പോൾ എക്സിന് വരുമ്പോൾ എന്തിട്ട് കൊടുക്കുക, -1 ഇട്ട് കൊടുക്കുക. അറിയാം -1ൻ്റെ സ്ക്വയർ എത്രയാണ്, -1ൻ്റെ സ്ക്വയർ 1 ആണ് അല്ലേ. -1ൻ്റെ സ്ക്വയർ എത്രയാണ്, 1. -5 × -1 -5 + 1. 2 × 1 2. നമുക്കറിയാം രണ്ടിനും 2 സൈൻ അടുത്തടുത്ത് വന്നാൽ ഒറ്റൊരു സൈനാക്കി മാറ്റണം. അപ്പം --- അടുത്ത് വന്നാൽ എന്താവും, പ്ലസ് ആവും, +1. അപ്പോൾ 2 + 5 + 1 എത്രയാണ്, 8. അപ്പോൾ പി ഓഫ് -1ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് പി ഓഫ് -1ൻ്റെ വാല്യൂ എത്രയാണ്, 8 ആണ്. ഇനി അടുത്ത പി ഓഫ് 0 കൂടി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ പി ഓഫ് എക്സ് എടുത്ത് എഴുതാം. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരാണ്, പി ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 5x + 1. ഇനി പി ഓഫ് 0 കണ്ടുപിടിക്കണം. അപ്പോൾ പി ഓഫ് 0 എന്തിനോട് ഈക്വൽ ആണ്, 2 × 0² - 5 × 0 + 1. അപ്പോൾ 0യുടെ സ്ക്വയർ 0 ആണ്. 2 × 0 0. എനി നമ്പർ × 0 എന്താണ്, 0 ആണ്. സോ 5 × 0 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0 കിട്ടും, +1. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 1 കിട്ടും. അപ്പോൾ പി ഓഫ് 0ൻ്റെ ആൻസർ എത്ര കിട്ടി, 1 കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ, പോളിനോമിയൽസിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ എന്നുണ്ട്. അപ്പോൾ ആദ്യം എ സബ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് 2ൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏത് വാല്യൂ ആണെന്ന് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ പി ഓഫ് 2 കണ്ടുപിടിക്കാം. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 5x + 2 ആണ്. ഇതിൽ പി ഓഫ് 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഓഫ് 2 എന്ന് പറയുമ്പോൾ 5 × 2 + 2. 5 × 2 എത്രയാണ്, 10. അപ്പോൾ 10 + 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 12 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി, 12. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഈ മൂന്നാമത്തെ ഓപ്ഷനാണ്, എത്രയാണ്, 12. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് 2 + പി ഓഫ് -2. ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൽ പി ഓഫ് 2 നമ്മൾ കണ്ടുപിടിച്ച് പി ഓഫ് 2ൻ്റെ വാല്യൂ എത്രയാണ്, പി ഓഫ് 2ൻ്റെ വാല്യൂ 12 ആണ്. അപ്പോൾ ഞാൻ പി ഓഫ് 2ന് പകരം 12 എടുത്ത് എഴുതി പ്ലസ്. ഇനി എനിക്ക് പി ഓഫ് -2ൻ്റെ വാല്യൂ എന്താണ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പി ഓഫ് -2 കണ്ടുപിടിക്കാം.
പി ഓഫ് -2 എന്ന് പറയുമ്പോൾ 5x ആണ്. അപ്പോൾ 5 ഇൻറ്റു -2 പ്ലസ് 2. ഓക്കെ അല്ലേ? അപ്പോൾ എക്സിന് വരെ -2 കൊടുത്ത് 5 ഇൻറ്റു -2 -10. -10 പ്ലസ് 2. -10 പ്ലസ് 2 എന്ന് പറയുമ്പോൾ ഇവിടെ ഇതന്നെ അപ്ലൈ ചെയ്യുക. വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. വലുത് 10 ആണ്, ചെറുത് 2 ആണ്. 10 നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 8 കിട്ടും. എന്നിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. വലിയ നമ്പർ 10 ആണ്. ഈ 10 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. സോ ആൻസർ എന്ത് വരും? -8. ഓക്കെ അല്ലേ? അപ്പോൾ പി ഓഫ് -2 വരെ -8 കൊടുത്ത് ഇവിടെ 2 സൈൻ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. പ്ലസും മൈനസ് അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്ലസിനും മൈനസിനും പകരം എനിക്ക് എന്തെടുത്ത് എഴുതാം? മൈനസ് എടുത്ത് എഴുതാം. അപ്പം 12 -8. ഇപ്പോൾ 12 -8 എത്ര കിട്ടും? 4 കിട്ടും. പി ഓഫ് 2 പ്ലസ് പി ഓഫ് -2ൻ്റെ ആൻസർ എത്ര കിട്ടി? 4 കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ കേട്ടോ.